ഗോകുൽ വി എസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം പാലക്കാട് തുടരുന്നുണ്ട്. ഗോകുൽ, അടുത്ത അപ്ഡേഷൻ എപ്പോൾ കിട്ടും? അല്പസമയത്തിനുള്ളിൽ തന്നെ 7ാം റൗണ്ടിന്റെ ഫലം കൂടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 7ാം റൗണ്ട് UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ പെടുന്ന സ്ഥലമാണ്. കന്മണ്ഡപമുണ്ട്, അതോടൊപ്പം തന്നെ കുന്നത്തൂർ മേടുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസിന്റെ സ്ഥലങ്ങൾ കൂടി പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണപ്പുള്ളിക്കാവ് വരുന്നുണ്ട്, കോട്ട മൈതാനത്തിന്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ വരുന്ന ഒരു മേഖലയാണ് 7ാം റൗണ്ടിൽ വരിക. 7ാം റൗണ്ടിൽ എങ്ങനെയാണ് BJPയുടെ ലീഡ്? BJPക്ക് ഇപ്പോൾ ഉള്ളത് നേരിയ ലീഡാണ്. ആകെ ലീഡിൽ 409 മാത്രമാണ് BJPയുടെ ലീഡ്. ആ ലീഡിനെ മറികടക്കാൻ കഴിയുമോ? അപ്പോൾ അവസാനമായി പോസ്റ്റൽ വോട്ടിന്റെ ഒരു ഔദ്യോഗിക കണക്ക് വരുമ്പോൾ UDF 53 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സാധാരണ ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ മിക്കവാറും BJPക്ക് ആയിരിക്കും പാലക്കാട് ലീഡ് വരിക. എന്നാൽ ഇത്തവണ അതല്ല. പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ അതിലും ലീഡ് UDFന് ലഭിക്കുന്നു. സ്വാഭാവികമായും ഇനി 7ാം ബൂത്തിലേക്ക് അല്ലെങ്കിൽ 7ാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇനി ഒരു പക്ഷേ BJPയുടെ UDFന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷെ നമുക്ക് സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പാണ്. നമുക്ക് കഴിഞ്ഞ ട്രെൻഡുകളെ വച്ച് ഇത്തവണത്തെ കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയില്ല. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ UDFന് ഒരു മേൽക്കൈ അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ്. ഈ അടുത്ത പഞ്ചായത്തുകളിലേക്ക് കടക്കുമ്പോൾ LDFന്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? പീസറിന് എത്രത്തോളം വോട്ട് പിടിക്കുന്നുണ്ട്? കാരണം മാത്തൂരിലേക്കും കണ്ണാടിയിലേക്കും ഒക്കെ വരുമ്പോൾ LDFന് നേരത്തെ ലീഡ്, അത് വലിയ ലീഡ് അല്ല എങ്കിൽ പോലും ലീഡ് ലഭിക്കുന്ന പ്രദേശങ്ങളാണല്ലോ. അപ്പോൾ ഈ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ സരിൻ കൂടി പിക്ചറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അതിന്റെ കഥ? രതീഷ്, അതായത് ഇപ്പോ 7 റൗണ്ട് കഴിഞ്ഞാൽ 8ാമത്തെ റൗണ്ട്, അതിനുശേഷം വരുന്ന പിരായിരി പഞ്ചായത്താണ്. അവിടെ UDFന്റെ മേൽക്കോയുള്ള സ്ഥലങ്ങളാണ്. 9-10 റൗണ്ടുകൾ ഈ പിരായിരി പഞ്ചായത്തിലായിരിക്കും എണ്ണുക. പിന്നീട് 11ാം റൗണ്ട് തൊട്ടായിരിക്കും മാത്തൂരിലേക്ക് വരിക. അപ്പോൾ മാത്തൂരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സരിൻ കൂടി കൂടുതലായി പിക്ചറിലേക്ക് വരും. നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ സരിനൊരു വലിയ വോട്ട് വർധനവ് ഈ കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഈ സ്ഥലങ്ങളിലും പ്രതിഫലിക്കും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഏത് രീതിയിലേക്ക് വരും? CPM അല്ലെങ്കിൽ LDF രണ്ടാമത്തേക്ക് കടക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ കണക്കൂട്ടിയത് 4ാം റൗണ്ട് വരെയാണ്. 4ാം റൗണ്ട് വരെ കണക്കാക്കുമ്പോൾ ഏകദേശം 8,976 വോട്ടിലധികം നേടിക്കഴിഞ്ഞു. അത് തന്നെ ഏകദേശം ഒരു 1000-2000-ലധികം വർധനവ് ഈ LDFന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ 3146 വോട്ടിന്റെ വർധനവ് LDF ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി മാത്തൂരിലേക്കൊക്കെ വരുമ്പോൾ അതിൽ കൂടുതൽ വർധന ഉണ്ടാകും. അതോടൊപ്പം തന്നെ കണ്ണാടിയിലേക്ക് വരുമ്പോൾ വീണ്ടും കൂടും. അങ്ങനെ ഈ മേഖലയിലേക്ക് 11ാം റൗണ്ട് മുതൽ സരിൻ കുറച്ചുകൂടി പിക്ചറിലേക്ക്, അതായത് കൂടുതൽ വോട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ 7ാം റൗണ്ടിലോ അല്ലെങ്കിൽ 8ാം റൗണ്ടിലോ സ്വാഭാവികമായും കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം. 9ാം റൗണ്ടും 10ാം റൗണ്ടും പിന്നെ അറിയാമല്ലോ, അപ്പൊ പിരായിരിയാണ്. അതായത് സരിനുമായുള്ള വലിയ വ്യത്യാസമൊന്നും ഇപ്പോഴില്ല, ഇപ്പോഴത്തെ സ്ഥിതിക്കില്ല. സരിൻ വേണ്ടി വന്നാൽ പിക്ചറിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ പിരായിരിയാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത്. പിരായിരിയിൽ എത്ര വോട്ടിന്റെ ലീഡ് എടുക്കുന്നു രാഹുൽ എന്നതൊരു ഘടകമായി മാറും അവസാനത്തേക്ക് എത്തുമ്പോൾ. 347 വോട്ടിന്റെ ലീഡ് നില മാത്രമാണ് നിലവിൽ BJPയുടെ കളത്തിലുള്ളത്. മറ്റിടങ്ങളിലൊക്കെ 4 അക്കവും 5 അക്കവും കടന്ന് ലീഡ് നില കുതിക്കുമ്പോൾ പാലക്കാട്ടെ പോര് എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം ആവേശം നിറഞ്ഞതാണ്, എത്രത്തോളം സസ്പെൻസ് കരുതി വെച്ചിരിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ആ 347 വോട്ടിന്റെ മാത്രം ലീഡ് നിലയെടുത്ത് സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുമ്പോഴാണ്. അല്ല, ഇതിലിപ്പോ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സരിന്റെ വോട്ട് വിഹിതം വളരെ കുറവാണ്. ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തുകളിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ള സാധ്യത നമ്മൾ ഈ നിമിഷം കാണേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റായി മാറുകയും പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഈ 347 തന്നെ കുന്നത്തൂർമേട്, കൽമണ്ഡപം, മണപ്പുള്ളിക്കാവ് മേഖലകൾ എണ്ണിക്കഴിയുമ്പോൾ താഴാനാണ് സാധ്യത. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളത് കൗതുകകരമായ കാഴ്ചയാണ്. ഈ മേഖലകളിൽ നിന്ന് ആകെ 16,000 വോട്ടല്ലേ സമാഹരിച്ചുള്ളൂ. ഏറെക്കുറെ അതിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് സരിന്റെ വോട്ട്. ഏതാണ്ട് അതിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോ 5ാം റൗണ്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 10,338 വോട്ടാണ്. 56 ബൂത്ത് എണ്ണിക്കഴിയുമ്പോൾ 56 ബൂത്ത് എണ്ണുമ്പോഴുള്ള കണക്ക്, ഔദ്യോഗിക കണക്ക് എന്റെ കയ്യിലുണ്ട്. അതിൽ സരിന് 10,338 വോട്ടുള്ളപ്പോ കൃഷ്ണകുമാറിന് 21,631 വോട്ടും 20,598 വോട്ടും ഉണ്ട്. അപ്പൊ ഒരു താരതമ്യം പോലും പ്രസക്തമല്ല. 10,000 വോട്ടിന്റെ വ്യത്യാസം. ഇനി പിരായിരിയിൽ ഒരു അല്പം സെറ്റ് ബാക്ക് UDFന് സംഭവിച്ചാൽ പോലും, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കാണില്ല. സംഭവിച്ചാൽ പോലും 347 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ്
UDF-ഉം BJP-യും തമ്മിലുള്ളത്. ഇനിയുള്ള കൗണ്ട് അത് വളരെ പ്രധാനമാണ്. അത് വരുന്ന മുറയ്ക്ക് പാലക്കാടിന്റെ വഴി എങ്ങോട്ടെന്ന് വ്യക്തമാവുകയും ചെയ്യും. 347 വോട്ടിന്റെ ലീഡ് നിലയുടെ വ്യത്യാസം മാത്രം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്നതിനേക്കാൾ വലിയ ആകാംക്ഷ നൽകുന്ന മറ്റെന്തുണ്ട്? ചേലക്കരയിലെ പുതിയ ഔദ്യോഗികമായ കണക്ക് വരുന്നുണ്ട്. UR പ്രതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചുറ്റി അരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ 27,689 വോട്ട്, 27,689 എന്ന ഔദ്യോഗിക കണക്ക്. കെ ബാലകൃഷ്ണൻ ഭാരതീയ ജനതാ പാർട്ടി താമര 11,616 വോട്ട്. രമ്യ ഹരിദാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈപ്പത്തി 19,122, അതായത് 27,689 വോട്ട് UR പ്രതിവിന് ലഭിച്ചപ്പോൾ 19,122 വോട്ടാണ് രമ്യ ഹരിദാസിന് ചേലക്കരയിൽ ലഭിച്ചത്. NK സുധീർ സ്വതന്ത്രൻ ഓട്ടോറിക്ഷ ചിഹ്നം 1,840 വോട്ട്. ഹരിദാസൻ എന്ന സ്ഥാനാർത്ഥി കുടം ചിഹ്നത്തിൽ മത്സരിച്ച ഹരിദാസൻ സ്ഥാനാർത്ഥി ഒരു 71 വോട്ടും നോട്ട് ഒരു 377 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 1,84,634 വോട്ടുകൾക്ക് 1,84,634 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി വദ്ര വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയെന്നതാണ് എല്ലാവരും കൗതുകപൂർവ്വം കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളും പറഞ്ഞാണ് ഈ ഭൂരിപക്ഷം വല്ലതും കുറഞ്ഞു പോയാൽ, ഇത്രയും പോളിംഗ് ഒക്കെ കുറഞ്ഞു പോയി, ഭൂരിപക്ഷം കുറഞ്ഞു പോയാൽ അതിന്റെ ചുമതലക്കാരായ നേതാക്കളൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? ആരുടെങ്കിലും തലയൊക്കെ ഉരുളുന്ന സ്ഥിതിയിലേക്ക് കുറഞ്ഞു പോവുക. അങ്ങനെ ഒന്നുമില്ല. ഇതാ ഭൂരിപക്ഷം അങ്ങനെ കുതിച്ച് കയറുന്നു. രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമോ എന്നതാണ് കൗതുകകരമായുള്ളത്. രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 4 ലക്ഷം കൃത്യമാണ്. 4 ലക്ഷത്തിന് സമീപത്തേക്ക് പ്രിയങ്ക ഗാന്ധി എത്തും എന്നുള്ളത് ഉറപ്പാണ്. 4 ലക്ഷം മറികടക്കുമോ എന്നാണ് ഇനി പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ നമുക്കറിയേണ്ടത്. 8,677 ചേലക്കരയിൽ LDF-ന്റെ ഭൂരിപക്ഷം ഉയരുന്നു.